കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 39 മുതലുള്ള തിരുവചന ഭാഗം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനോട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളാണ്. ചൊവ്വാഴ്ച വൈകിട്ട് നമുക്ക് 9 മണിക്കാണ് ക്രിസ്മസിൻ്റേതായിട്ടുള്ള യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷം കാരിസ് ഭവനിൽ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നമുക്ക് വൈകുന്നേരം 7 മണിക്കത്തെ ബലിയർപ്പണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. 6 മണിക്കുണ്ട് നമ്മുടെ ഫ്രണ്ടിലെ ചാപ്പലിൽ വെച്ച്, അതിൽ വന്ന് സമ്മതിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ, അതായത് യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷം ഇവിടെ നമ്മൾ 9 മണിക്ക് ആരംഭിക്കുന്നതാണ്. പിറ്റേ ദിവസം ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 6 മണിക്കത്തെ കുർബാന മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മളിന്ന് 4ാമത്തെ തിരിയും കത്തിച്ചു. നമുക്കറിയാം, ആഗമനകാലം ആരംഭിച്ച് ഓരോ ആഴ്ചയും ഓരോ ഞായറാഴ്ചയും നമ്മൾ ഓരോ തിരി കത്തിച്ചു. പ്രത്യാശയെ പ്രതിനിധാനം ചെയ്യുന്ന തിരി നമ്മൾ കത്തിച്ചു. സമാധാനത്തിന് പ്രതിനിധാനം ചെയ്യുന്ന തിരി നമ്മൾ കത്തിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്ന തിരിയും കത്തിച്ചു. നമ്മൾ 4ാമത്തെ തിരി കത്തിച്ചു. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് സ്നേഹം. ഇത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെള്ളത്തിരി ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ കത്തിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇവിടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആഗമനകാലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു യാത്രയായി മാറണം. ആഗമനകാലം ബെത്ലഹേം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയായിട്ട് ഇത് മാറണം. ഈ യാത്രയ്ക്ക് വില കൊടുക്കണം. ഈ യാത്രയ്ക്ക് നൊമ്പരമെടുക്കാൻ തയ്യാറാകണം. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മദർ തെരേസ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ശരിക്കും സ്നേഹമുള്ളവർ, ആത്മാർത്ഥമായ സ്നേഹം, ചുമ്മാ പറയണതല്ല, ആത്മാർത്ഥമായ സ്നേഹം. ആ സ്നേഹമുള്ളവർ ആ സ്നേഹത്തെ പ്രതി വില കൊടുക്കും. ആ സ്നേഹത്തെ പ്രതി നൊമ്പരമെടുക്കും. ആ സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യവൽക്കരിക്കും. നമ്മുടെയൊക്കെ സ്നേഹം കറതീർന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഈ ടെസ്റ്റ് ഒന്ന് നടത്തിയാൽ മതി. ശരിക്കും കറതീർന്ന സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തെ പ്രതി നമ്മൾ നൊമ്പരമെടുക്കും, വില കൊടുക്കും. അതുപോലെ തന്നെ സ്വയം ശൂന്യവൽക്കരിക്കും. ഇതൊന്നും ചെയ്യാതെ ഉണ്ട്, ഞാൻ വളരെ സ്വാർത്ഥമതിയായി ജീവിച്ചിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ചിലർ അവരുടെ ന്യായീകരണം, എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, ജീവിത പങ്കാളിക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല, കുഴപ്പം അവളുടെയാണ്, എൻ്റെ കുഴപ്പമൊന്നുമല്ല, ഞാൻ ആവശ്യത്തിന് സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ വ്യക്തി ഇരുന്ന് ചിന്തിച്ചാൽ ഈ പറഞ്ഞ 3 ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ഇല്ലയെന്ന് പറയേണ്ടി വരും. പറയുന്നുണ്ട്,
വാക്കുകളിലല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതാണ് യേശു നമുക്കായി ചെയ്തത്, പിതാവായ ദൈവം നമുക്കായി ചെയ്തത് എന്ന ആ ഒരു കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യം, ഈ യാത്ര ദൈവത്തെ സ്നേഹിച്ച് നടത്തുന്ന വ്യക്തികളാണെങ്കിൽ ഈ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാകും. നമുക്കറിയാം, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ആട്ടിടയർ ഒരു യാത്ര നടത്തി. അവർക്ക് ഒരു സന്ദേശം കിട്ടി, എഴുന്നേറ്റ് ഇന്ന സ്ഥലത്തേക്ക് പോവുക, അവിടെ നിങ്ങൾ ഇത് കാണും. ഒരു യാത്രയ്ക്ക് തയ്യാറായി. പൗരസ്ത്യദേശത്തെ ജ്ഞാനികൾ അവരൊരു യാത്ര നടത്തി. ഇനി അതിനകത്തെല്ലാം ഒരു ത്യാഗം ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വില കൊടുത്ത് അവർ ആ യാത്രയ്ക്ക് തയ്യാറായത് കാണാൻ പറ്റും. അതുകൊണ്ട് എന്താ, അവരങ്ങ് ഇറങ്ങിയത് നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിന്ന് നാവിഗേഷൻ ഇട്ട് വണ്ടി ഓടിക്കും പോലെ കറക്റ്റ് സമയം നമ്മൾ തിരിയാൻ റെഡിയാകേണ്ട ആ സമയം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സൂചന കിട്ടും, തിരിയാറായിട്ടുണ്ട്, റെഡി ആയിക്കോളാൻ. അങ്ങനെ അവരെ നയിക്കുന്ന നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, വില കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഈ ഗൈഡൻസ് സ്വർഗത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ദൈവം അവരെ മനോഹരമായിട്ട് നയിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവർ പലതും ചെയ്തു കൂട്ടും, എന്നിട്ട് പറയും, ഓ അതൊന്നും വേണ്ടായിരുന്നു, ഞാൻ ശുദ്ധ മണ്ടത്തരം കാണിച്ചു കേട്ടോ. പറഞ്ഞിട്ടെന്ന കാര്യം, ഈ ശുദ്ധ മണ്ടത്തരം നടക്കാതിരിക്കണമായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാനും ദൈവം നൽകുന്ന ഗൈഡൻസ് അതെടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാത്തവരാണ് ഇതുപോലത്തെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരനുഭവമായി മാറണം. ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ഡെപ്ത്. ഇറ്റ് ഷുഡ് ബി ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ്. യേശുവിനെ കണ്ടുമുട്ടുന്ന, യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ക്രിസ്മസ് മാറണം. അതിന് നമുക്കറിയാം, നമ്മൾ നല്ലപോലെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ഈ ആഗമനകാലം മുഴുവൻ എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുമ്പസാരം പോലും നടത്താതെ ക്രിസ്മസ് ആഘോഷത്തിന് നമ്മൾ പോകുന്നെങ്കിൽ എന്തൊരു പരിതാപകരം. ഒരു ചെറിയ പാപം പോലും ഈ ആഗമനകാലത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ക്രിസ്മസ് ആഘോഷം? ആഘോഷം നടക്കും, പക്ഷേ എൻകൗണ്ടർ, ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം ഉണ്ടാവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാം, ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പലതും നമുക്ക് നേടാം, വേണമെങ്കിൽ നല്ല ഫുഡൊക്കെ കഴിക്കാം. എൻകൗണ്ടർ നടക്കണമെന്നില്ല. ഇനി എൻകൗണ്ടർ നടന്നാലേ ജീവിതം മാറത്തുള്ളൂ. അതല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് കുറച്ച് മാറ്റം വന്നു, ഇറച്ചി മീനൊക്കെ കൂട്ടാതിരുന്നവർക്ക് ഇനിയിപ്പോൾ അത് കൂട്ടാം. സാഹചര്യമല്ല മാറേണ്ടത്, നമ്മുടെ ജീവിതം മാറണം. അതിന് ഒരു കാലയളവിലൂടെ നമ്മൾ കടന്നു പോയാൽ പോരാ, ആ കാലയളവിലൂടെ നേടിയെടുക്കേണ്ടത് നമ്മൾ നേടിയെടുക്കണം. അതാണ് ഈ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. യേശുവിനെ അറിഞ്ഞാൽ യേശുവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയാത്തവനാണ്. ദൈവത്തെ അറിയാതെ നമ്മൾ എത്ര പ്രാർത്ഥനയ്ക്ക് ഇരുന്നെന്ന് പറഞ്ഞാലും ആ പ്രാർത്ഥന നമുക്ക് അനുഭവമാവണമെന്നില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയാത്തവനാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഷുഗറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ ബ്ലഡിനകത്തെ കണ്ടൻറ്റ് അത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് തരുന്ന ഡോക്ടർമാരെ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം സ്നേഹത്തിലാണോ മുമ്പോട്ട് പോകുന്നത്? നമ്മൾ ദൈവത്തെ ശരിക്കും അറിഞ്ഞവരാണോ അല്ലയോ എന്ന് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാവും. ദൈവത്തെ അറിയാത്തവർക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹമില്ലാത്തവർ ദൈവത്തെ അറിഞ്ഞവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റി ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം ഉണ്ടായാൽ
അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കുറേ നേട്ടങ്ങളുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് എന്താ? അവൻ നമ്മുടെ സമാധാനമായിരിക്കും. ഒത്തിരി പേരുടെ സമാധാനം കെടുത്തുന്ന ആരാ? മനുഷ്യർ, സാഹചര്യങ്ങൾ. അത് വന്നേ പിന്നെ എനിക്കൊരു സമാധാനമില്ല, അവരിങ്ങനെ പറഞ്ഞേ പിന്നെ എനിക്കൊരു സമാധാനമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടില്ലേ? പക്ഷേ യേശുവിനെ അറിഞ്ഞ് യേശു അനുഭവമുള്ള വ്യക്തികൾക്ക് സമാധാനം എന്ന് പറയുന്നത് യേശുവാണ്. സിംഹക്കുഴിയിലേക്ക് എറിയാൻ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കൊണ്ടുപോയപ്പോൾ പുള്ളിയുടെ സമാധാനം പോയോ? പുള്ളിയുടെ സമാധാനം പോയില്ല. അതിനാന്ന് ചോദിച്ചാൽ പുള്ളി പ്രാർത്ഥിച്ച് പ്രത്യാശയിലാണ് മുമ്പോട്ട് പോയത്. കയ്യും കാലും കൂച്ചിക്കെട്ടി അല്ലെ അവിടെ കിടന്നിട്ട് പിടയ്ക്ക് എഴുന്നേറ്റ് ഓടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ലോറൻസിനെ കയ്യും കാലും കൂച്ചിക്കെട്ടി ഇരുമ്പ് പലകയുടെ മുകളിലോട്ടിട്ട് ഡൈനടി തീയ. എന്നിട്ട് അവിടെ കിടന്നിട്ട് പുള്ളിയുടെ സമാധാനം പോയോ? പുള്ളിയുടെ സമാധാനമൊന്നും പോയില്ല. അതുകൊണ്ടാണ് ഒരു പുഞ്ചരിയോടെ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു, ഒരു സൈഡ് എന്തെന്നാ തോന്നുന്നു, ഇനി വേണം മറിച്ചിട്ടോളാൻ. ചെറിയൊരു കാര്യം വരുമ്പോഴേ സമാധാനം പോകുന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം പോകേണ്ടത് ലോറൻസിൻ്റെ സമാധാനമല്ലേ? പോയില്ല. അവൻ നിങ്ങളുടെ സമാധാനമായിരിക്കും, അതാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ജോബിന് പറയാൻ സാധിച്ചത്, എനിക്കുണ്ടായിരുന്ന എല്ലാം പോയി, എൻ്റെ സ്വത്ത് മുഴുവൻ പോയി, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, എൻ്റെ ആരോഗ്യം പോയി, എനിക്ക് കുഷ്ഠരോഗമായി. ഇതെല്ലാം വന്നിട്ട് പുള്ളിയുടെ സമാധാനം പോയോ? പോയില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സർവശക്തനായ ദൈവമാണ് എൻ്റെ വിലപ്പെട്ട സ്വർണവും വെള്ളിയും. അത് പോയിട്ടില്ല, അത് ഞാൻ കളയത്തില്ല. ബാക്കി എന്തും പോട്ടെ, സർവശക്തനായ ദൈവം അവനാണ് എൻ്റെ വിലപ്പെട്ട സ്വർണവും വെള്ളിയും. നാളെ എത്രയായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും നമുക്കിത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊരു പരിതാപകരമായ അവസ്ഥ. നാളെ എത്രയായി നമ്മൾ ബലിയർപ്പിക്കാൻ തുടങ്ങിയിട്ട്? ആ ബലിയർപ്പണം, നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാം എവിടെയായിരുന്നു നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടിയിരുന്നത്? ഇതുപോലെ പറയാൻ പറ്റണമായിരുന്നു. എന്ത് വരട്ടെ, എൻ്റെ കൈവശമുണ്ടായിരുന്ന എന്തും കൈവിട്ടു പോട്ടെ, പക്ഷേ ദൈവം വിട്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൗലോസ് പറഞ്ഞൊരു കാര്യം, മുമ്പോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് കാരാഗ്രഹവാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. റോമാലേഖനം 8:35 മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? മരണത്തിന് പോലും പറ്റില്ല. നമുക്കൊക്കെ മരണം പോയിട്ട് ചെറിയൊരു രോഗം വന്നാൽ മതി, സമാധാനവും പോയി, പ്രത്യാശയും നഷ്ടപ്പെടുന്നു. അതല്ല ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ നേട്ടം, അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പല നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ പറ്റും. അതിലൊന്നാണ്, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പാപത്തിൻ്റെ മലിനത നീങ്ങിപ്പോക്കോളും. നമുക്കറിയാലോ, എത്ര ഇരുട്ടുള്ളിടത്താണേലും ഒരു ലൈറ്റ് ഓണാക്കിയാൽ ഇരുട്ട് മാറി എന്ന് പറഞ്ഞ പോലെ, നമ്മളെത്ര ബലഹീനരാണെങ്കിലും നമ്മളെത്ര പാപാവസ്ഥയിലാണെങ്കിലും അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുകയും നമ്മൾ ആ ഒരു പേഴ്സണൽ എൻകൗണ്ടർ അതിന് തയ്യാറാകുകയും ചെയ്യുമ്പോൾ പിന്നെ പാപത്തിൻ്റെ മാലിന്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 10-ാം അധ്യായം ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. പത്രോസിനൊരു ദർശനം ഉണ്ടായി. ആ ദർശനത്തിൽ അവൻ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണുന്നു, പക്ഷിമൃഗാദികൾ. ദൈവം പറയാണ്, ഇതിലെന്ത് വേണേലും നീ ഭക്ഷിച്ചോ. ഉടനെ പത്രോസ് തിരിച്ചു പറഞ്ഞൊരു കാര്യം, നോ നോ നോ, അതൊന്നും ഞാൻ തിന്നത്തില്ല, അതൊന്നും തിന്നാനായിട്ട് എന്നെ കിട്ടത്തില്ല, കാരണം അതിൽ പലതും മലിനമാ. എന്താ കർത്താവ് പറഞ്ഞേ? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിളിക്കരുത്. ചിലപ്പം നമ്മുടെയൊക്കെ വിചാരം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത്തെ 2-ാം വായന കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവഹിതം നിറവേറ്റുന്നതാണ് ഏറ്റവും വലിയ ബലിയർപ്പണം. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒരു ക്രമീകരണം നടത്തിയിട്ട് ദൈവഹിതം നിറവേറ്റാൻ ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന് എത്ര മാർക്ക് കർത്താവ് ഇടും? വാട്ടാപൂജ്യം. കാരണം
അതിനേക്കാളൊക്കെ അതൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് എവിടെയാണ്? ദൈവഹിതം നിറവേറ്റുന്നത്. അത് എൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ തകർക്കുന്നതാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ബലികഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിലും ഞാനത് ചെയ്യും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്ലാനോ പദ്ധതിയോ വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് പരിശുദ്ധ കന്യാമറിയത്തോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, നിൻ്റെ പ്ലാനും പദ്ധതിയും അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു പ്ലാനും പദ്ധതിയും നീ സ്വീകരിക്കുക. അവൾ സ്വീകരിച്ചു. നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ, നമ്മുടെ പിള്ളേർ കാനഡയിൽ പോകണമെന്നൊരു ചിന്ത കയറി കഴിഞ്ഞാൽ പോയാലേ ഉള്ള, അത് പോകാത്തിടത്തോളം കാലം വീട്ടുകാരെയും കടത്തി പൊറിപ്പിക്കത്തില്ല, അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നിട്ട് പോയിട്ട് രക്ഷപ്പെട്ടോ? എത്ര പേര് രക്ഷപ്പെട്ടു? എത്ര പേര് രക്ഷപ്പെടാതെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്? പറയണ്ടേ, എൻ്റെ പ്ലാനും പദ്ധതിയും നടക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരും. എത്ര പ്രേമക്കാരുടെ കാര്യം കേട്ടിട്ടുണ്ടെന്നറിയോ? നിർബന്ധപൂർവ്വം മുന്നേറി കാര്യമൊക്കെ നടന്നു. പക്ഷെ ഇന്നവർ സമാധാനത്തിലും സന്തോഷത്തിലുമാണോ ജീവിക്കുന്നത്? നമുക്ക് ജീവിതാവസാനം വരെ സ്വസ്ഥതയും സമാധാനവും തരുന്നൊരു കാര്യം ദൈവഹിതം നിറവേറ്റുന്നതാണ്. അതിന് തയ്യാറാകുമ്പോൾ അവിടെ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാവും. യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയും ഒരു കാലത്തും പറയേണ്ടി വരില്ല, ഞാൻ ദരിദ്രനാണ്. ഇന്ന് 4 തലമുറയ്ക്ക് അനുഭവിക്കാനുള്ള സമ്പത്തുണ്ടായിട്ടും ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റാ സാമ്പത്തികമായിട്ട് ടൈറ്റാ, ഒരിക്കലും അവർ തൃപ്തരാകുന്നില്ല. സകല സമ്പത്തും കൈവിട്ട് പോയിട്ട് ജോബ് പറഞ്ഞൊരു കാര്യം, ഞാൻ ധനവാനാണ്. കാരണം എന്താ? എനിക്ക് ദൈവമുണ്ട്, ദൈവമാണ് എൻ്റെ സമ്പത്ത്. 22-ാം അധ്യായത്തിൻ്റെ 25 മുതൽ നിന്ന് വായിച്ചാൽ മതി. അത്യുന്നതനായ ദൈവമാണ് എനിക്ക് വിലപ്പെട്ട സ്വർണവും വിലപ്പെട്ട വെള്ളിയും, അവനിൽ ഞാൻ ആനന്ദിക്കും. ദൈവത്തെ സമ്പത്തായിട്ട് കാണാത്തവർക്ക് 500 രൂപ നഷ്ടപ്പെട്ടാൽ മതി, അവരുടെ സമാധാനവും പോയി, സന്തോഷം പോയി, ഭ്രാന്ത് പിടിച്ച പോലെയാണ്. ശരിക്കും നമുക്ക് സമ്പത്തെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ദൈവമായിട്ട് മാറണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരത്തില്ല. 2 കൊറിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ ഒരു വലിയ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സകലത്തിൻ്റെയും ഉടയവനായ ദൈവം നമ്മെ പ്രതി ദരിദ്രനായി. എന്തിനാന്നാ പറഞ്ഞേ? തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ. നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന കാര്യം, കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടേലേ ഉള്ളു, ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടേലേ ഉള്ളു നമ്മൾ സമ്പന്നരാകത്തുള്ളൂ. അതല്ലെങ്കിൽ സമ്പന്നരല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അത്യുന്നതനായ ദൈവം അവൻ ചെയ്തൊരു കാര്യമുണ്ട്. സകലത്തിൻ്റെയും ഉടയവനായിരുന്നിട്ടും ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ. ആത്മീയ സമ്പത്തില്ലാത്തവരാണ് ശരിക്കും ദരിദ്രം. നമുക്ക് ഇഷ്ടം പോലെ കോടീശ്വരന്മാരാണേലും ആത്മീയ സമ്പത്ത് ലക്ഷ്യമാക്കി ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് അബ്രാഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവന് സമ്പത്ത് കൈവിട്ടു പോയാലും സമ്പത്ത് കയ്യിലേക്ക് വന്നാലും ദൈവമാണ് അവൻ്റെ യഥാർത്ഥ സമ്പത്ത്. ഈ കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു പ്രസംഗം കേട്ടത് കൊണ്ടൊന്നും ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കേട്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുളിര്, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. എൻകൗണ്ടർ, ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു അനുഭവം ഉണ്ടായാൽ പിന്നെ ആരും നമ്മളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. ഈ ഒരു തിരിച്ചറിവോടെ ക്രിസ്മസിലേക്ക് നടന്നെടുക്കുവാൻ കൃപ തരണമേ, അനുഗ്രഹം തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.